പലരും കണ്ടൊരു സിനിമയാണ് 1999 റിലീസായ ദ സിക്സ്ത് സെൻസ് എന്ന ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ്. എം നൈറ്റ് ഷ്യാമലനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം. IMDbയിൽ ചിത്രത്തിൻ്റെ റേറ്റിംഗ് 8.1 ആണ്. റോട്ടൻ ടൊമാറ്റോസിൽ 85% ഫ്രഷ് ആണ്. ഒരു കഥ സൊല്ലുടുമ കൂടുതൽ എപ്പിസോഡിനായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അതുപോലെ തന്നെ സിനിമ കാണുക. സിനിമയുടെ ലിങ്ക് ഞങ്ങളുടെ ടെലിഗ്രാം ബൂട്ടിലുണ്ട്. ചിത്രം ആരംഭിക്കുന്നത് ഒരു ആഘോഷത്തിൽ നിന്നാണ്. ഡോക്ടർ മാൽക്കൺ ക്രൗൺ തൻ്റെ ചൈൽഡ് സൈക്കോളജിയിലെ സംഭാവനകൾക്കായി ഫിലാഡൽഫിയ ഗവൺമെൻറ് നൽകുന്ന ആദരം ലഭിച്ചതിൻ്റെ ആഘോഷമാണ്. തനിക്ക് സൈക്കോളജിയാണ് നിന്നേക്കാൾ പ്രധാനമെന്ന് ഡോക്ടർ തൻ്റെ ഭാര്യയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ആഘോഷത്തിന് ശേഷം അവർ അവരുടെ ബെഡ്റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെയുള്ള ടെലിഫോൺ ആരോ തകർത്തിട്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്. ആരോ ജനൽ ഗ്ലാസുകൾ തകർത്ത് അകത്ത് കയറിയതായി അവർ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ ഒരു നിഴൽ കാണുന്നു. മാൽക്കം അങ്ങോട്ട് ചെല്ലുമ്പോൾ തൻ്റെ വസ്ത്രങ്ങൾ അയച്ചു നിൽക്കുന്ന ഒരു യുവാവിനെയാണ് അവിടെ കാണുന്നത്. ഇവിടെ അതിക്രമിച്ചു കയറിയത് എന്തിനാണെന്ന് മാൽക്കം ചോദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിനെ ഓർമ്മിക്കാറില്ലേ എന്നയാൾ ഉച്ചത്തിൽ ചോദിക്കുന്നു. മാൽക്കത്തിന് അയാൾ ആരാണെന്ന് മനസ്സിലായില്ല. എങ്കിലും പല പേരുകൾ അദ്ദേഹം ഊഹിക്കുന്നു. ആ യുവാവ് ഇപ്പോഴും ഒരു ഭ്രാന്തനാണെന്നും തൻ്റെ ഈ അവസ്ഥ കാരണം ഡോക്ടറാണെന്നും വിളിച്ചു പറയുന്നതായിട്ട് കാണാം. വിൻസെൻ്റ് ഗ്രേ എന്നാണ് അയാളുടെ പേരെന്ന് മാൽക്കം മനസ്സിലാക്കുന്നു. അയാളെ ശാന്തനാക്കാൻ മാൽക്കം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വിൻസെൻ്റ് യു ഫെയിൽഡ് മീ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിസ്റ്റൾ ഉപയോഗിച്ച് ഡോക്ടറെ വെടിവെക്കുന്നു. അപ്പോൾ തന്നെ അയാൾ ആത്മഹത്യ ചെയ്യുന്നതും കാണാം. മാൽക്കം നിലത്ത് വീണ് കിടക്കുന്നതാണ് നാം പിന്നീട് കാണുന്നത്. അടുത്ത സീനിൽ മാൽക്കം തൻ്റെ കേസ് സ്റ്റഡിയിലാണ്. നേരത്തെ മരിച്ച വിൻസെൻറ്റിൻ്റെ കേസ് ഹിസ്റ്ററി നോക്കുകയാണ് അദ്ദേഹം. അതിനിടയിൽ മറുവശത്തെ വീട്ടിൽ നിന്നും ഒരു ചെറിയ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അയാൾ കാണുന്നത്. അവൻ്റെ പേര് കോൾ എന്നാണ്. ആ ബാലൻ അക്യൂട്ട് ആങ്സൈറ്റി ഡിസോർഡർ എന്ന രോഗത്തിനുടമയാണ്. അക്യൂട്ട് ആങ്സൈറ്റി ഡിസോർഡർ എന്നാൽ ഒരാൾക്ക് എല്ലാ കാര്യത്തിലും ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു രോഗമാണ്. എല്ലാത്തിനോടും ഒരു തരം ഭയമായിരിക്കും അങ്ങനെയുള്ള രോഗികൾക്ക്. മാൽക്കം ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നു. കോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. മാൽക്കം അവൻ്റെ പിന്നാലെ തന്നെ പോകുന്നു. അവസാനം ഒരു പള്ളിയുടെ അകത്ത് വെച്ചവർ പരിചയപ്പെടുന്നു. കോലുമായി തനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവനുമായി അടുക്കുന്നു. സംസാരിക്കുന്നതിനിടയിൽ കോലിൻ്റെ കയ്യിലെ മുറിപ്പാടുകൾ മാൽക്കം ശ്രദ്ധിക്കുന്നു. നീ നിന്റെ കളിപ്പാട്ടങ്ങളോട് എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മാൽക്കം ചോദിക്കുന്നു. അതിനുത്തരമായി കോൽ ലാറ്റിൻ ഭാഷയിൽ ഡി പ്രൊഫോണ്ടിസ് ഗൽമാഡി ആൽദെ ഡൊമൈൻ എന്ന് പറയുന്നു. നിങ്ങൾ ഒരു നല്ല ഡോക്ടറാണോ എന്ന് കോൽ ചോദിക്കുന്നു. താൻ എന്നും ഒരു നല്ല ഡോക്ടറാണെന്നും തനിക്ക് മേയറുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നും മാൽക്കം പറയുന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇനിയും കാണുമോ എന്ന് കോൽ ചോദിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ എന്ന് മാൽക്കം മറുപടി പറയുന്നു. അടുത്ത സീനിൽ മാൽക്കം വീട്ടിൽ വൈകിയാണ് എത്തുന്നത്. ഭാര്യ ഉറക്കത്തിലാണ്. മാൽക്കം കോൽ പറഞ്ഞ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം തിരയുകയാണ്. ഔട്ട് ഓഫ് ദ ഡെപ്ത് ഐ ക്രൈ ടു യു ഒ ലോർഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് മാൽക്കം മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം കോലിൻ്റെ വീട്ടിൽ നിന്നാണ്. കോലിൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ്. അമ്മ അടുക്കളയിൽ നിന്നും പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള എല്ലാ ഷെൽഫുകളും തുറന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നീ എന്തെങ്കിലും തിരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ താൻ ഭക്ഷണം തിരയുകയാണെന്ന് കോൽ മറുപടി പറയുന്നു. അവിടെയുള്ള ഒരു മേശയിൽ ഒരു കൈ അടയാളം തനിയെ മാഞ്ഞു പോകുന്നത് നമുക്കവിടെ കാണാം. പിന്നീട് കോൽ സ്കൂളിൽ പോകുന്നു.
അവിടെ കോലിന് ഒരു സുഹൃത്തു പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സ്കൂളിന് ശേഷം വീട്ടിലെത്തിയ കോൾ മാൽക്കം അമ്മയുമായി വീടിനകത്തിയിരിക്കുന്നതാണ് കാണുന്നത്. അമ്മ അടുക്കളയിലേക്ക് പോകുന്നു. മാൽക്കം കോളിനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. മാൽക്കം പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ കോൾ ഓരോ അടിയും മുന്നോട്ട് വന്ന് അവിടെ ഇരിക്കാനും, തെറ്റാണെങ്കിൽ കോൾ പിന്നിലേക്ക് പോയിക്കോളാനും ഒരു ഗെയിം പോലെ അവർ സംസാരിക്കുന്നു. ആദ്യം കോൾ ഓരോ അടി മുന്നോട്ട് വരുന്നു. പക്ഷേ മാൽക്കം അതിൽ പരാജയപ്പെടുന്നു. കോൾ അവിടെ നിന്നും പോകുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും കോലിൻ്റെ അമ്മയുടെ കാര്യങ്ങളും കോൾ സ്കൂളിൽ ഒരു പേടിപ്പെടുത്തുന്ന ചിത്രം വരച്ച കാര്യവും നമുക്ക് മനസ്സിലാക്കാം. മാൽക്കം തൻ്റെ ഭാര്യയുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നതാണ് നാം കാണുന്നത്. അവളോട് കോലിനെക്കുറിച്ചും അവൻ്റെ കയ്യിലുള്ള മുറിവുകളെക്കുറിച്ചും മാൽക്കം സംസാരിക്കുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ, മുഖത്ത് നോക്കുക പോലും ചെയ്യാതെ ഭാര്യ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് പോകുന്നു. ഒരുമിച്ച് നടക്കുന്ന മാൽക്കമിനെയും കോലിനെയുമാണ് നാം കാണുന്നത്. കോൽ ചില കാര്യങ്ങൾ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, പറഞ്ഞാൽ ആൾക്കാർ തന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുമെന്നും ഡോക്ടറോട് പറയുന്നു. മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് മാൽക്കം പറയുന്നു. മാൽക്കം കോലിനോട് തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതാൻ പറയുന്നു. കോൽ എഴുതിയ വാക്കുകളെല്ലാം തന്നെ വളരെ മോശം വാക്കുകളായിരുന്നു. അന്ന് രാത്രി ബേസ്മെൻറ്റിനകത്ത് മാൽക്കം തൻ്റെ ഭാര്യ വേറെ ആരോ ഒരാളുമായി സംസാരിക്കുന്നത് കേൾക്കുന്നു. അടുത്ത ദിവസം സ്കൂളിൽ കോലിനോട് ടീച്ചർ സ്കൂളിൻ്റെ ചരിത്രം ചോദിക്കുന്നു. ഇവിടെ പണ്ട് ആൾക്കാരെ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥലമാണെന്ന് കോൾ പറയുന്നു. ഇത് പണ്ടൊരു കോടതിയായിരുന്നെന്ന് ടീച്ചർ തിരിച്ചു പറയുന്നു. വക്കീലന്മാർ തന്നെയാണ് ആൾക്കാരെ കൊല്ലുന്നതെന്ന് കോൾ പറയുന്നു. കോലും ടീച്ചറും തമ്മിൽ വാക്കേറ്റം സംഭവിക്കുന്നു. കോൾ തൻ്റെ 2 കണ്ണും അടച്ചുപിടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ടീച്ചറുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു. ടീച്ചർ കോലിനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. മാൽക്കം തൻ്റെ ഭാര്യ ഡിപ്രഷൻ രോഗിയാണെന്ന കാര്യം അറിയുന്നു. അവൾ അതിന് മരുന്ന് കഴിക്കുന്നതും കാണാം. അടുത്ത ദിവസം ഒരു പാർട്ടിക്കിടയിൽ കോൽ ഏകനായിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ഒരു ചെറിയ മുറിയിലേക്ക് അവനെ വിളിക്കുന്നു. അതിനകത്ത് അവനെ പൂട്ടിയിടുകയും ചെയ്യുന്നു. അവൻ്റെ നിലവിളി കേട്ട് അമ്മ ഓടിയെത്തുന്നു. പക്ഷേ അവർക്ക് വാതിൽ തുറക്കാനാകുന്നില്ല. കോൽ അകത്തു നിന്നും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് വാതിൽ തനിയെ തുറക്കുന്നു. ബോധരഹിതനായ കോലിനെയാണ് അമ്മ അവിടെ കാണുന്നത്. അവർ അവനെ ഡോക്ടറുടെ അടുത്തെത്തിക്കുന്നു. കോലിന് യാതൊരു പ്രശ്നമില്ല എന്നും ഡോക്ടർ പറയുന്നു. പക്ഷേ കോലിൻ്റെ കയ്യിലെ മുറിവടയാളങ്ങൾ ഡോക്ടർ ശ്രദ്ധിക്കുന്നു. അത് അവൻ്റെ അമ്മ തന്നെ ചെയ്തതായിരിക്കാമെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നു. വളരെ ഭയചകിതനായ കോലിനെയാണ് നാം കാണുന്നത്. മാൽക്കം തൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും കോലിനോട് പറയുന്നു. തനിക്ക് കുട്ടികളെ സഹായിക്കുന്നത് വളരെ ഇഷ്ടമാണെന്നും തൻ്റെ ഭാര്യ ഇപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും കോളിനോടായി മാൽക്കം പറയുന്നു. ഒരിക്കൽ വിൻസെൻ്റ് ഗ്രേ എന്ന കുട്ടിയെ തനിക്ക് സഹായിക്കാനായില്ല എന്നും, നിന്നെ സഹായിക്കുന്നതിലൂടെ വിൻസെൻറ്റിനെ സഹായിക്കുന്നത് പോലെയാണെന്നും മാൽക്കം കോലിനോട് പറയുന്നു. കോൽ തൻ്റെ രഹസ്യം മാൽക്കമിനോട് പറയാൻ തയ്യാറാകുന്നു. കോലിന് മരിച്ചവരെ കാണാനാകും എന്നതായിരുന്നു അത്. അതായത് സാധാരണ ഒരാളെ കാണുന്നത് പോലെ തന്നെ തനിക്ക് മരിച്ചവരെ കാണാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. അതിൽ ചിലർക്ക് അവർ മരിച്ച കാര്യം പോലും അറിയില്ല എന്നും അവൻ പറയുന്നു. ഈ രഹസ്യം താൻ ആരോടും പറയില്ല എന്ന് ഡോക്ടർ മാൽക്കം കോലിനോട് പറയുന്നു. കോൽ ഒരു മാനസിക രോഗിയാണെന്ന കാര്യം ഡോക്ടർ മനസ്സിലാക്കുന്നു. പക്ഷേ അവൻ പറയുന്ന കാര്യങ്ങളെ ഡോക്ടർ എതിർക്കുന്നില്ല. ചികിത്സയെ അത് ബാധിക്കും എന്നതുകൊണ്ടാണ്. കോലിൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് അമ്മ അവൻ്റെ സഹപാഠികളെ വിളിച്ച് വാണിംഗ് കൊടുക്കുന്നു. കോൽ രാത്രിയിൽ വാഷ്റൂമിൽ പോകുന്നതിനിടയിൽ അടുക്കളയിൽ ഒരു അജ്ഞാത സ്ത്രീയെ കാണുന്നു. കയ്യിൽ മുറിവടയാളങ്ങളും പേടിപ്പെടുത്തുന്ന രൂപവുമായിരുന്നു ആ സ്ത്രീക്ക്. ഇനി തന്നെ ഉപദ്രവിക്കാനാവില്ല എന്ന് ഭർത്താവിനോടായി ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം. കോൽ ഓടി വീടിനകത്തുള്ള ടെൻറ്റിലേക്ക് കയറുന്നു.
ആ ടെൻറ്റിനകത്ത് ധാരാളം ദൈവങ്ങളുടെ രൂപങ്ങൾ കാണാം. അടുത്ത ദിവസം സ്കൂളിൽ വളരെ സന്തോഷവാനായിരിക്കുന്ന കോൾ പെട്ടെന്ന് ഭയപ്പെടുന്നതാണ് കാണുന്നത്. 3 പേരെ തൂക്കിക്കൊന്നിട്ടിരിക്കുന്നതാണ് അവിടെ കോൾ കാണുന്നത്. അത് പ്രേക്ഷകർക്കും കാണാം. പക്ഷേ മാൽക്കത്തിന് അതൊന്നും തന്നെ കാണാൻ കഴിയുന്നുമില്ല. കോൾ പിന്നീട് മറ്റൊരു മരിച്ച ആളെയും കാണുന്നത് നമുക്ക് കാണാം. ഡോക്ടർ മാൽക്കത്തിൻ്റെ ഭാര്യ മറ്റൊരാളുമായി വളരെ ക്ലോസ് ആകുന്നതാണ് നാം കാണുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന മാൽക്കം ജനലിൻ്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുന്നു. സിനിമയുടെ ആദ്യം കാണിച്ച വിൻസെൻറ്റിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് കേട്ടുകൊണ്ടിരിക്കുകയാണ് മാൽക്കം. വിൻസെൻറ്റും കോലിനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഓഡിയോയിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല എന്നാരോ പറയുന്നത് ഡോക്ടർ മാൽക്കം കേൾക്കുന്നു. അത് കേട്ടപാടെ തന്നെ മാൽക്കം വീണ്ടും കോലിനെ കാണാൻ ചെല്ലുന്നു. ഒരു ചർച്ചിലാണ് അവർ കാണുന്നത്. താൻ കാണുന്ന ആത്മാക്കൾ എന്താണ് സംസാരിക്കുന്നതെന്നും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നും മാൽക്കം ചോദിക്കുന്നു. ആത്മാക്കൾ എന്നും പല സഹായങ്ങളാണ് ആവശ്യപ്പെടാറെന്ന് കോൽ പറയുന്നു. ഇനി ആത്മാക്കൾ വരുമ്പോൾ അവരെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം മാൽക്കം എന്നോ മരിച്ചു കഴിഞ്ഞെന്ന്. സിനിമ ഒന്നുകൂടി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം മാൽക്കം കോലിനോടല്ലാതെ മറ്റാരോടും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരിടത്ത് കോൽ പറയുന്നുണ്ട് ആത്മാക്കൾക്ക് അവർ മരിച്ച കാര്യം തന്നെ ഓർമ്മയുണ്ടാകില്ല എന്നും. വിൻസെൻ്റ് വെടിവെച്ച ദിവസം തന്നെ ഡോക്ടർ മാൽക്കം മരിച്ചിരുന്നു. ഡോക്ടറുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു വിൻസെൻറ്റിനെ പോലെ ഒരു കുട്ടിയെ സഹായിക്കുക എന്നത്. ഒരിക്കൽ സിനിമ കണ്ടു തീർന്നാൽ വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുക. ചിത്രത്തിൽ കോലിനറിയാമായിരിക്കണം മാൽക്കം പ്രേതമാണെന്ന കാര്യം. ഒരിക്കൽ കോൽ പറയുന്നുണ്ട് യു ആർ ദ നൈസ് വൺ, അതായത് നിങ്ങൾ നല്ലവരിൽപ്പെട്ട ഒരാളാണെന്ന്. ദൈവങ്ങളുള്ളിടത്ത് പ്രേതം വരില്ല എന്ന സ്ഥിരം സിനിമാ മിത്തുകൾ ഈ ചിത്രത്തിൽ കാണില്ല. കാരണം ചില സീനിൽ മാൽക്കം ചർച്ചിൽ വരുന്നതും കാണാം. അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള ടെൻറ്റിലേക്ക് ചില പ്രേതങ്ങൾ വരുന്നതും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. പീസ്.